നമസ്കാരം, വിനയാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിവെള്ളമാണ് ഈ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് കംഫോർട്ടും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ദാ ഇത്രയും മതി, ഒത്തിരി ഒന്നും ഒഴിക്കേണ്ട. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തുണിയൊക്കെ അലക്കുമ്പം പശയൊക്കെ മുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണം. അപ്പോൾ നമ്മുടെ ഷർട്ടോ അല്ലെങ്കിൽ സാരിയോ ചുരിദാറോ എന്താണെങ്കിലും ഇതേപോലെ പശയൊക്കെ മുക്കേണ്ടതാണെങ്കിൽ മുക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ. പ്രത്യേകിച്ച് ചിലവുകളോ ഒന്നുമില്ല, പെട്ടെന്ന് കാര്യം നടക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ ഞാനൊന്ന് ഇളക്കിയ ശേഷം ഇതേപോലൊരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്കി വെച്ചിരിക്കുന്ന ഏത് ഡ്രസ്സിലാണോ നമുക്ക് പശ മുക്കേണ്ടത് ആ ഡ്രസ്സ് ഇതേപോലെ ഒന്ന് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് നിവർത്തി ഇടുക കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഈ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ഈ കംഫോർട്ടും കൂടെ മിക്സ് ചെയ്തത് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ 1-2 തവണയൊന്ന് സ്പ്രേ ചെയ്യുക. അതിനുശേഷം കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാകും, നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല സ്റ്റിഫായിട്ട് തന്നെയാണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് അയൺ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കാര്യം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഷർട്ടോ പാൻറ്റോ അതല്ലെങ്കിൽ ചുരിദാറോ സാരിയോ എന്താണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കംഫോർട്ട് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കഞ്ഞിവെള്ളത്തിൻ്റെതായ യാതൊരു സ്മെല്ലും ഉണ്ടാവത്തില്ല കേട്ടോ. ടിപ്പ് നമ്പർ 2. ഞാനിവിടെ ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഉപ്പ് ഇട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അത് കട്ടയായിട്ടാണ് കിടക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഉപ്പൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇതേപോലെ കട്ടയായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലൊരു ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ആ കട്ടയെല്ലാം ഇതേപോലെ ഉടഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 3. ഇനിയിപ്പം ഈ ചൂടായ ഉപ്പിലേക്ക് ഞാൻ കുറച്ച് പപ്പടം ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പപ്പടം വറുത്തെടുക്കാം, എണ്ണയൊന്നും ചിലവാകത്തില്ല. അപ്പോൾ ചിലർക്കാണെങ്കിലും ഒരു ഡൗട്ട് തോന്നാം, ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടത്തില്ലേ എന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടിപ്പ് നമ്പർ 4. ഇനി അധികം എണ്ണ ചിലവാകാതെ നമുക്ക് ഈ ഒരു രീതിക്ക് വേണമെങ്കിലും പപ്പടം വറുത്തെടുക്കാവുന്നതാണ്. കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഏകദേശം 1 ടീസ്പൂണോളം എണ്ണയെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത പപ്പടം ഇതേപോലെ നമുക്ക് ഇട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അധികം എണ്ണ ചിലവാകത്തില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്ത ഒരു തുള്ളി എണ്ണ പോലും പാഴാകാത്ത രീതിയിൽ നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് നമുക്ക് പപ്പടം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒരു പപ്പടം മുഴുവനായിട്ടിട്ട് വറുക്കുകയാണെങ്കിലും ഒരുപാട് എണ്ണ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ നോക്കിക്കുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഏകദേശം ഒരു കൂട് പപ്പടമൊക്കെ വറുത്തെടുക്കണമെങ്കിൽ ഏകദേശം ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ 2.5 സ്പൂണ് എണ്ണ മതിയായിരിക്കും കേട്ടോ. ടിപ്പ് നമ്പർ 5. ഇനിയിപ്പം ഓവൻ ഉള്ളവർക്ക് ഓവനിൽ വെച്ചിട്ട് പപ്പടം വറുത്തെടുക്കണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. 2 പപ്പടമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒരേ 1 മിനിറ്റ് മാത്രം ടൈം സെറ്റ് ചെയ്തിട്ട് ഒന്ന് ഓണാക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിലാണെങ്കിൽ ഇപ്പം ഓയിലൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഓയിലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പപ്പടം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു കുറച്ച് ഓയിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ സെയിം പ്രോസസ്സിങ് തന്നെ നമ്മൾ 1 മിനിറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ. അപ്പം ഇതേപോലെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക്, എന്നാൽ അധികം ഓയിൽ യൂസ് ചെയ്യാതെ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പപ്പടം ഓവനിലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ പപ്പടത്തിൻ്റെ ഈ ഒരു ടിപ്പുകളെല്ലാം തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. ടിപ്പ് നമ്പർ 6. ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ പത്ര പേപ്പർ ചെറുതായിട്ടൊന്ന് കീറി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് പത്ര പേപ്പർ എടുക്കണം. അതിനുശേഷം ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് വിനാഗിരിയാണ്. അപ്പോൾ ഈ ഒരു അളവിൽ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ ആ ഒരു കണക്കിൽ കുറച്ച് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. അപ്പോൾ 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ, ഒത്തിരി ഒഴിക്കരുതേ. നമുക്കിതൊരു നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇത്രയും മതി. ഇനി ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് നമ്മളിത് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിത് മുഴുവനും ഈ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കിനി അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനിയിപ്പം നമ്മൾ ഈ ഒരു മിക്സി നമ്മളിത് അരച്ചെടുത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് നാൾ മിക്സി ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ അത് ഓപ്പൺ ചെയ്യുമ്പം അതിനുള്ളിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാകും. നമ്മൾ എത്ര കഴുകി വെച്ചതാണെന്ന് പറഞ്ഞാലും കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് മടങ്ങി വരുമ്പോഴേക്കും നമ്മൾ പിന്നെ മിക്സി ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുമ്പോഴായിരിക്കും പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്മെല്ല് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ ഇതേപോലൊന്ന് നമ്മൾ ചെയ്യുവാണെങ്കിൽ മിക്സിയുടെ ഉള്ളെല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും, നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ബ്ലേഡിൻ്റെ ഉൾഭാഗത്തും സൈഡിലുമൊക്കെ ഉണ്ടായിരുന്ന അഴുക്കുകളൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ഈ പേപ്പർ അരച്ചത് എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് 1 സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഒരു കെമിക്കൽ റിയാക്ഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒക്കെ കൂടെ ചേരുമ്പോഴുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണിത്. ഇത് നല്ല എഫക്റ്റീവാണ് കേട്ടോ. നമുക്കിത് വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇതേപോലത്തെ പാത്രങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് കുക്കർ, അതിൻ്റെയൊക്കെ അടിഭാഗത്തായിരിക്കും ഇതേപോലുള്ള ചെളിയും അഴുക്കും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഇതിപ്പം ഞാൻ ഇതേപോലത്തെ ഒരു കടായിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതേപോലെ ഒരുപാട് സാധാ രീതിയിൽ കഴുകിയാലൊന്നും അങ്ങനെ പോകത്തില്ല. അപ്പോൾ ഇതിലോട്ട് ഞാൻ നമ്മൾ ഈ പേപ്പർ അരച്ചത് ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കും. ഇനി നമ്മളിതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പേപ്പർ അരച്ചതൊന്ന് എടുത്ത് മാറ്റാം. അപ്പം നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാകും, നമ്മുടെ ഈ ഒരു അഴുക്കെല്ലാം ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സോപ്പ് പോലും ഉപയോഗിക്കേണ്ട, അതായത് ലിക്വിഡ് ഒന്നും ഉപയോഗിക്കേണ്ട. ജസ്റ്റ് ആ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട്, ഞാനിപ്പോൾ സ്റ്റീൽ പൂളാണ് എടുത്തിരിക്കുന്നത്, ഇത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുമ്പം തന്നെ അടിപൊളിയായിട്ട് തന്നെ നമുക്കത് ക്ലീനായിട്ട് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ സ്റ്റീൽ പൂൾ വെച്ചിട്ട് ഉരച്ച് കഴുകിയാണെങ്കിൽ പോലും ഇത്രയും പെർഫെക്റ്റായിട്ട് പോയി കിട്ടത്തില്ല. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ, നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഞാനൊന്ന് വാഷ് ചെയ്ത ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് പോയിട്ടില്ലേന്ന് നോക്കി, ഒരു തുള്ളി പാട് പോലും അവശേഷിക്കാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാം ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതേപോലൊന്ന് എല്ലാവരും ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. ടിപ്പ് നമ്പർ 7, ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ആര്യവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം 2 തണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ഇലയെല്ലാം കൂടെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കണേ, എന്തെങ്കിലും പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ ഒക്കെ നോക്കിയിട്ടൊന്ന് വാഷ് ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇത് നമുക്കിതേ ഇത്രത്തോളം ഇല കിട്ടിയിട്ടുണ്ട്. 2 തണ്ടിൽ നിന്നും ഏകദേശം ഒരു പിടി നിറച്ച് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഇല മൂടി നിൽക്കത്തക്ക രീതിക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഞാൻ ഏകദേശം ഒരു 2.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉലുവായും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇത്രത്തോളം ഉലുവ, ഏകദേശം ഒരു ടീസ്പൂൺ അത്രത്തോളം ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഏകദേശം ഒരു 10-20 മിനിറ്റ് നേരം ഇങ്ങനെ നിന്നൊന്ന് തിളയ്ക്കണം. കാരണം ഈ ഉലുവയുടെയും അതുപോലെ തന്നെ ഈ ആര്യവേപ്പിലയുടെ എല്ലാം സത്ത് ആ വെള്ളത്തിലേക്കൊന്ന് ആവണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരും. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലിട്ട് കൊടുക്കാം. എന്നിട്ടൊരു 10-20 മിനിറ്റ് ഇതേപോലെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ ഈ ഇല ഒരു ദിവസം ഇങ്ങനെ കിടക്കണം. അപ്പോഴത്തേക്കിനും ഇതിൻ്റെ ആ ഒരു സത്തെല്ലാം ആ വെള്ളത്തിലേക്ക് ആകും കേട്ടോ. അപ്പോൾ അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും ഇലയെല്ലാം ഒന്ന് മാറ്റിയ ശേഷം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അരിച്ചെടുക്കുന്നൊന്നും ഞാനിവിടെ കാണിച്ചിട്ടില്ല കേട്ടോ, വീഡിയോ വളരെ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ്. ഇനി ഞാനൊരു സ്പ്രേ ബോട്ടിലായിട്ടും കൂടെ ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ മുടിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് എളുപ്പത്തിലാണ് നമ്മൾ ഈ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഇതേപോലെ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താരനുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. താരം പോകാൻ വേണ്ടിയിട്ട് ഈ ആര്യവേപ്പിലയും ഉലുവയും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം, അതുപോലെ തന്നെ മുടി വളരാനും മുടി നല്ല നല്ല തിളക്കത്തോടു കൂടി കരുത്തോടു കൂടി വളരാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് ആര്യവേപ്പ്. ഇനി ഇത് ഒരു 15 മിനിറ്റിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത ശേഷം നോക്കാം.
ഇപ്പം മുടി നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതാണ് കേട്ടോ ഇതിപ്പോൾ ഷാമ്പൂ ഒന്നും ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് സാധാ വെള്ളത്തിലൊന്ന് കഴുകി എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് മുടി കിടക്കുന്നത്, കണ്ടാൽ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം ഇതേപോലെ താരനൊക്കെ പോയിട്ട് മുടി നല്ല അഴകോടും ആരോഗ്യത്തോടും കൂടി വളരണമെങ്കിൽ ഇതേപോലെ ആര്യവേപ്പില വെച്ചിട്ട് ആര്യവേപ്പിലയും ഉലുവയും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ. അപ്പം നല്ലൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.